കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടികളുടെ ദിവസമാണ് ഇന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടൂർ പ്രകാശ് എം പി കോൺഗ്രസ് നേതാവാണ്, UDFന്റെ കൺവീനറാണ്. ഇപ്പോഴിതാ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു. അദ്ദേഹം അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാനിരിക്കുകയാണ്. അടുത്ത തവണ UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. എന്താണ് കേസ്? 2004 മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ റേഷൻ ഡിപ്പോകൾ അനുവദിച്ചതിലാണ് അഴിമതി. ഇത് സംബന്ധിച്ച് വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് കേസ് കോടതി തള്ളി, വിജിലൻസ് കോടതി തള്ളി. അതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആ ഘട്ടത്തിലാണ് തന്നെ പ്രതിപട്ടികയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് അടൂർ പ്രകാശ് എം പി. സുപ്രീം കോടതി ഹർജി തള്ളി. എന്ന് വെച്ചാൽ കേസിൽ പ്രതിയാണ് അടൂർ പ്രകാശ് എന്ന് പരോക്ഷമായി പരമോന്നത നീതിപീഠം സമ്മതിക്കുകയാണ്, പറയുകയാണ്. താങ്കൾ കേസിൽ പ്രതിയാണ്, ഹർജി പരിഗണിക്കാൻ കഴിയില്ല, പ്രതിപട്ടികയിൽ നിന്ന് താങ്കളെ ഒഴിവാക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതി നോക്കും. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയി അടി വാങ്ങിക്കുക എന്ന് പറയുന്നില്ലേ, വട്ടി കൊടുക്കുകയാണ് സുപ്രീം കോടതിയുടെ കയ്യിലേക്ക്. എന്നിട്ട് അടി വാങ്ങിക്കുകയാണ് അടൂർ പ്രകാശ് ചെയ്യുന്നത്. കോൺഗ്രസിലെ തന്നെ എതിരാളികൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. MP-മാർ മത്സരിക്കേണ്ടതില്ല നിയമസഭയിലേക്ക് എന്ന് ആരും തീരുമാനിച്ചിട്ടില്ല, അക്കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ താല്പര്യമുണ്ട്. അതിനുള്ള ചരടുവലികൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും എതിരാളികൾ പറയും, താങ്കൾ MP ആണ്, അതുകൊണ്ട് തന്നെ മത്സരിക്കേണ്ടതില്ല. രണ്ടാമത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരാനുണ്ട്. സുപ്രീം കോടതിയിൽ താങ്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുകയാണ്, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഹർജി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതി ആ കേസ് ഗൗരവത്തോടു കൂടി പരിഗണിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശം വന്ന സാഹചര്യത്തിൽ അതിന് എതിരായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ വിജിലൻസ് കേസ് ഹൈക്കോടതി ശരിവെക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വലിയ തിരിച്ചടിയാകും താങ്കൾ മന്ത്രിയായാൽ, MLA ആയാൽ. ഇത് പറഞ്ഞ് എതിരാളികൾ തനിക്കെതിരെ പടനീക്കം നടത്തുമോ എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ചിന്തിക്കുന്നത്. എന്തു തന്നെയായാലും വമ്പൻ തിരിച്ചടിയാണ് ഏറ്റത്. ഇന്നത്തെ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടികളുടെ ദിവസമാണ് എന്ന് തോന്നുന്നു. മറ്റൊരാളുണ്ട്, മാത്യു കോഴനാടൻ. അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. അത് പിണറായി വിജയനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടിട്ട് പറഞ്ഞു പിഴ വിളിക്കണോ എന്ന്. 1 ലക്ഷം രൂപ പിഴ വിളിക്കട്ടെ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ കേസിൽ ഒന്നുമില്ല, വെറുതെ സുപ്രീം കോടതിയുടെ സമയം കളയാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ പിഴ വിളിക്കേണ്ടി വരും, 1 ലക്ഷം രൂപ പിഴ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഈ കോടതിയുടെ സമയം കളയരുത്, കോടതിയെ രാഷ്ട്രീയ തർക്കങ്ങളുടെ വേദിയാക്കി മാറ്റരുത് എന്നുകൂടി പറഞ്ഞു വെച്ചു. രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് മാത്യു കോഴനാടനെതിരെ. എന്ന് വെച്ചാൽ 2 തിരിച്ചടികളാണ് ഇന്ന് കോൺഗ്രസിന് സംഭവിച്ചത്. ആ 2 തിരിച്ചടികളും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കേരളത്തിൽ അടുത്ത തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതാ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്ന ഈ തിരിച്ചടി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. ദീർഘകാലമായി കേരളത്തിൽ CMR എക്സാലോജിക് മാസപ്പടി കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കേസാണ് കോടതി എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവായ UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത് എന്നോർക്കണം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടികളുടെ ദിവസമാണ് ഇന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.